തോറ്റുപോയി എന്ന് നാം കരുതുന്ന ചിലതൊക്കെ നേടാൻ ഇനിയും സമയമുണ്ട്. പരിമിതികൾ എന്നു നാം കരുതുന്ന പലതും പരിമിതികളല്ല. നമ്മുടെ ശ്രമത്തിനപ്പുറം തെളിയുന്ന സാധ്യതകൾ ഉണ്ട്. അവ കണ്ടെത്തി ഉപയോഗിച്ചാൽ മാത്രം മതി. ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കുമാരി മിനി CDS ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു. നീയൻ പൈതലല്ലേ, ആണിപ്പാഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, മഹിയും മഹിതാശകളും എന്നെ ഉൾകിടുമ്പോൾ ഇന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻ ഹിതമല്ല തിരുഹൃദമെന്നിൽ എന്നും നിറയണമേ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ ഈശോതൻ നാമം. താങ്ക് യു. വളരെ മനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ച മിനിക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മിനി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിനായി കുമാരി ലിജി PVയെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാം. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ എൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഷൊർണൂർ കാർമൽ സ്കൂൾ പ്രിൻസിപ്പളായ ഡോക്ടർ റവറൻ ഫാദർ പോൾ CMI അച്ഛനെ ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ മീറ്റിംഗിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന പ്രതീക്ഷ റീഹാബിലിറ്റേഷൻ ഓഫീസറും റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റുമായ റവറൻ സിസ്റ്റർ ഏഞ്ചൽ SD സിസ്റ്റിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
തുടർന്ന് എനിക്ക് സ്വാഗതം പറയാനുള്ളത് ദർശന ക്ലബിലെ അംഗവും ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ താരവുമായ ശ്രീ സുജിത് TS-നെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ച കുമാരി മിനി CD-യെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടിച്ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ദർശന ക്ലബ്ബ് പ്രസിഡന്റായ ശ്രീ സാജ് ജോൺ സാറിനെയും ഈ സ്നേഹസംഗമത്തിന്റെ കോർഡിനേറ്ററും ദർശന ക്ലബിന്റെ PR-ഉമായ ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരി സീമ N തോമസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാൻ എത്തിയിരിക്കുന്ന കുമാരി ബിന്ദു KK-യെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഈ ഗൂഗിൾ മീറ്റ് വൻ വിജയമാക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളുടെ ഇൻചാർജന്മാരെയും എല്ലാ ലീഡേഴ്സിനെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ ഹൃദ്യമായി ഏവരെയും സ്വാഗതം ആശംസിച്ച ലിജി PV-ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു. ദർശന ക്ലബ് എന്താണെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കുന്നതിനുമായി ശ്രീ ജോസ് കൊരട്ടിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാലോ. ഇന്ന് സ്നേഹസംഗം നടത്തുന്നത് ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം. അടുത്ത ശനിയാഴ്ച 1-ാം തീയതി നടത്തുന്നത് ദർശന ജീവന്റെ ഉറവ എന്ന ഗ്രൂപ്പായിരിക്കും. 2017 ഡിസംബർ 10-ന് ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19-ന് ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ചിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കൂടുതലുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്ന കാലമെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്യുത് മീറ്റും
എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചകുസ്തി ഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മതനേതാക്കളോട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുൻനിര വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹിതരെ, 18/10/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 226ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന സ്വിമ്മിംഗ് ഗ്രൂപ്പാണ്. അവതരണം ശ്രീമതി റിൻസി ജയപ്പുളിക്കൽ, ദർശന ക്ലബ്ബ് സെക്രട്ടറി. പ്രാർത്ഥന കുമാരി രതി ബാലൻ. സ്വാഗതം കുമാരി റോസിലി MD. ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയ റിപ്പോർട്ട് അവതരണം ലീന MJ നാട്ടിക. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. വൈറ്റ് ക്യാൻഡ് ദിനാചരണം വൻ വിജയമായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും നിറസാന്നിധ്യം കൊണ്ട് ഇൻക്ലൂസീവ് ആകാൻ സാധിച്ചു. ഇൻക്ലൂസീവ് എന്നാൽ എല്ലാവരുടെയും ഉൾക്കൊള്ളുക. ദർശനയിൽ പല പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിജയത്തിലെത്താൻ സഹകരിക്കുക. അടുത്ത മാസം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റ് നടക്കുന്നു. ഇന്നത്തെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഉദ്ഘാടനം ചെയ്തത് മലയാറ്റൂർ സെന്റ് തോമസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ ആൽബിൻ വെള്ളാഞ്ചിയിൽ അച്ഛനായിരുന്നു. ഒത്തിരി സന്തോഷവും സ്നേഹവും. ഉച്ചയ്ക്ക് ഒത്തൊരുമയോടെ ഈ സ്നേഹസംഗമം നടക്കുന്നത് ഈശോയെ പോലെ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇന്നത്തെ പ്രാർത്ഥനാഗീതം നോക്കിയാൽ അറിയാം നിങ്ങളുടെ പരസ്പര സ്നേഹബന്ധത്തിന്റെ ആഴം. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ശ്രമിക്കണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. എന്നെ വിളിച്ചതിനും വരാൻ സാധിച്ചതിനും നന്ദി പറഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് നടത്തിയ നാടൻ പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സരത്തിൽ 30 ദിവസത്തെ യൂട്യൂബ് വ്യൂസ് വിജയികൾ. 1 ഫസ്റ്റ് അശ്വതി കൊല്ലം, 2 മറിയാമ്മ ജോസഫ്, 3 ജൊലന TS. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. പ്രോത്സാഹനം ജൊലന പന്തലൂർ, സുമിഷ നാട്ടിക, അൽമജോ ആൽപി ആൻഡോ, CB വർഗീസ്, റീന വടകര. വിശിഷ്ടാതിഥിയായി വന്നത് റിട്ടയർഡ് അധ്യാപകൻ ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീകുമാർ മാഷായിരുന്നു. എന്റെ പേര് ശ്രീകുമാർ. തൊടുപുഴയിൽ താമസിക്കുന്നു. ദീർഘകാലം നിലമ്പൂരിൽ അധ്യാപകനായി ജോലി ചെയ്തു. റിട്ടയർ ചെയ്തു. ഇപ്പോൾ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്തു വരുന്നു. റിപ്പോർട്ട് കേട്ടപ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നി. ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ദർശന ക്ലബ്ബ് നടത്തുന്നു. ഈശ്വര സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലാണ്. എന്നെ വിളിച്ചതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് നടത്തിയ അഭിനയമുഖ ലൈറ്റ് ആൻഡ് ലൈഫ് വിജയികൾ. ഫസ്റ്റ് അംജ ആൻഡ് 2 ജോബി PV, 3 ലീന MJ നാട്ടിക. ആശംസ പറഞ്ഞത് കുമാരി ക്ലാര ജോസഫ്. കാസർഗോഡ് ജില്ലയിൽ പരപ്പരയിൽ താമസിക്കുന്നു. ചാച്ചൻ മരിച്ചുപോയി. അമ്മയും സഹോദരനും കൂടെയുണ്ട്. 3.5 വയസ്സിൽ നടക്കാൻ പറ്റാതെ വന്നു. വീട്ടിലിരുന്ന് SLC വരെ പഠിച്ചു പാസ്സായി. കവിതകൾ എഴുതും. ഇപ്പോൾ വീൽ ചെയറിലാണ്. അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒപ്പം താൻ സന്തോഷമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് നടത്തിയ നാടൻ പഴം കൊണ്ടുള്ള വിഭവ മത്സര വിജയികൾ. വീഡിയോ ക്വാളിറ്റി കുക്കിംഗ് പ്രസന്റേഷൻ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് മറിയാമ്മ ജോസഫ്, 2 അശ്വതി കൊല്ലം ആൻഡ് 3 ജൊലന TS. യോഗ അവസാനം നന്ദി പറഞ്ഞത് ശ്രീമതി റഹീന അബു പാവർട്ടി. യോഗം അവസാനിച്ചു. റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കല്ല അച്ഛാ? റിപ്പോർട്ട് പാസ്സാക്കാം. വളരെ സ്പഷ്ടവുമായി റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ച ശ്രീ ജോസേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ജോസേട്ട. അടുത്തതായി ഈ സ്നേഹസംഗമം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മോട് കൂടെ ആയിരിക്കുന്ന കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റവറൻഡ് ഫാദർ പോൾ CMI അച്ഛനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ഫാദർ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം നിങ്ങളൊക്കെ കാണുന്നതിൽ. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഇതുപോലെ ഒരു സ്നേഹസംഘം നടക്കുന്നു എന്നറിയുന്നതിലും നിങ്ങൾ നടത്തുന്നതിലും ഒത്തിരിയേറെ സന്തോഷവും എനിക്ക് ഒത്തിരി ശാന്തിയും സമാധാനവും എന്നൊക്കെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക തന്നെ. എന്നെ ക്ഷണിച്ച നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിമാനത്തോടെ നോക്കിക്കാണുന്നു, നന്ദി പറയുകയാണ്. ദർശന ക്ലബിന്റെ അല്ലെങ്കിൽ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികളെയും ഞാൻ മാനോളം പുകഴ്ത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൽ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും
ഒത്തിരി സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ നോക്കിക്കാണുകയാണ്. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ ഡയറക്ടറായ സോളമൻ അച്ഛനെയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും ഒക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാംസ്, അതും പ്രത്യേകിച്ച് ഭിന്നശേഷിയായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് സമൂഹത്തില് ആരോരുമല്ല എന്ന് വിചാരിച്ചിരുന്നവരെ ഞങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ്, സമൂഹത്തിലേക്ക് കടന്നു വരേണ്ടവരാണ്, സമൂഹത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ സംഭാവന ചെയ്യേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ തക്ക വിധത്തില് ഈ ദർശന സർവീസ് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും ഞാൻ വാനോളം നിങ്ങളെല്ലാവരെയും പുകഴ്ത്തുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇത് ഇനിയും കൂടുതൽ കൂടുതൽ നടക്കണം. ഇനി നല്ല പ്രോഗ്രാംസും ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജെൻഡർ ഈക്വാലിറ്റി. ഞാനിവിടെ കഴിഞ്ഞ 23-ാം തീയതി കാർമലിൽ വെച്ചിട്ട് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ നടത്തുകയുണ്ടായി. 16 കളിക്കാരാണ് ശരിക്കും അത് വന്നിരുന്നത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട സോളമനച്ചനും ബാക്കിയുള്ള ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കളിക്കാരുടെ കുടുംബക്കാരും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കാണുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക്. അപ്പൊ അവിടെയൊക്കെ ഞാൻ കണ്ട സംഗതി, ആ കളിക്കുമ്പോൾ സാധാരണ നമ്മൾ കളിക്കുമ്പോൾ ജെന്റ്സിന്റെ ബാസ്കറ്റ്ബോൾ കളി അല്ലെങ്കിൽ ലേഡീസിന്റെ ബാസ്കറ്റ്ബോൾ കളി, അങ്ങനെയാണ് നമ്മൾ വിമൻസ് ആൻഡ് മെൻസ് അങ്ങനെ തരംതിരിച്ചിട്ടുള്ള കളികളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അന്നത്തെ കളിയിൽ എനിക്ക് ഏറ്റവും എന്നെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് സംഗതി എന്താണ്, ഒരു ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചാണ്. അതായത് മെൻ ആൻഡ് വിമൻ രണ്ടുപേരും, അതായത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുമിച്ച് ഒരു ടീമില് ഒരുമിച്ചിരുന്ന് കളിക്കാരായിട്ട് കളിക്കുന്ന വളരെ പ്രത്യേകമായ ഒരു സംഗതി ഞാൻ കാണുകയുണ്ടായി. അത് ഇവിടെയുള്ള ടീച്ചേഴ്സായാലും കുട്ടികളായാലും വളരെ അഭിമാനത്തോടു കൂടിയാണ് അവർ പറഞ്ഞത്. ഇതൊരു വലിയൊരു പ്രോത്സാഹനമാണ്, ഇത് വലിയൊരു ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചും ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളെ കുറിച്ചുമെല്ലാം നാം നിരന്തരം സംസാരിക്കുന്നവരാണ്. പക്ഷെ അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാന്ന് പറയുന്നത് എളുപ്പമുള്ള കേസുമല്ല. അപ്പോ ഇങ്ങനെ ഈ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട്, അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെയും ജെൻഡർ ഈക്വാലിറ്റിയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മളിപ്പോ പറയുന്നുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സവിശേഷമായ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതുപോലെയുള്ള കളികളും, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള കോമ്പറ്റീഷൻസും ഒക്കെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ ഈ അവസരത്തില് ഞാൻ ഇതിന്റെ സംഘാടകരോടെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇതുപോലെ കൂടുതൽ പ്രോഗ്രാംസുകൾ ഉണ്ടാകണം. ജെൻഡർ ഈക്വാലിറ്റിയും ഭിന്നശേഷി സൗഹൃദങ്ങളും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഓരോ സംഗതികൾ, അതിന് കൊടുക്കുന്ന ആ ഒരു മൂല്യം വരും തലമുറയ്ക്കും ഒക്കെ വളരെ പ്രചോദനാത്മകമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇനി ഇതുപോലെയുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇനിയും ഉണ്ടാകട്ടെ. ഭിന്നശേഷിക്കാരുടെ കഴിവുകളെ കായിക മേഖലയിലൊക്കെ തെളിയിക്കാനുള്ള ഒരു വേദിയായിട്ട് അതിന്റെ ഒരു സൊസൈറ്റിയായിട്ട് ദർശന സർവീസ് സൊസൈറ്റി മാറട്ടെ. ഞങ്ങളും ഉണരും, ഞങ്ങളെ ഉണർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ഉണർന്നു വരും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെ ഞങ്ങൾ ഉരുണ്ടു നീങ്ങാനവരല്ല, പക്ഷെ ഉയർത്തെഴുന്നേൽക്കാനുള്ളവരാണ്. ഉയർപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള ചിന്തയോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. അതിന് സാധിക്കുന്ന രീതിയിലൊക്കെ കാർമൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ, മാനസികമായി ശാരീരികമായിട്ടോ അത്തരത്തിലുള്ള മോറൽ സപ്പോർട്ടൊക്കെ നൽകാനാണ് ഞങ്ങൾ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഇനിയും കൂടുതൽ ദേശത്തിനും നമ്മുടെ രാജ്യത്തിനും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവരിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുവാനും സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. എന്താണ് സഹജീവി സ്നേഹം എന്നതിനെ കുറിച്ചുള്ള ഒരു പാഠമാണ് ശരിക്കും പറഞ്ഞ് ഞങ്ങളുടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ 23-ാം തീയതിയിലത്തെ ആ ബാസ്കറ്റ്ബോൾ പ്രകടനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത്. അതിലെ സൗഹൃദവും ഞങ്ങൾ തമ്മിലുള്ള ആ ഷെയറിങ്ങും പങ്കുവെക്കലും ഒക്കെ കാണുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു മഹത്വമാണ്, വലിയൊരു മൂല്യമാണ്. അത് കാണുന്നവർക്കൊക്കെ വലിയൊരു പ്രചോദനവുമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രചോദനമായി തീരുന്ന ഈ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ശനിയാഴ്ചകൾ നടക്കുന്ന ഈ പ്രോഗ്രാമിനെ അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എങ്കിലും അച്ഛൻ ഞാൻ വിളിച്ചപ്പോ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചു വന്നു. താങ്ക് യു അച്ഛ. അച്ഛന്റെ സ്നേഹവും കരുതലും ഞാൻ അവിടെ നേരിട്ട് വന്ന് അനുഭവിച്ചതാണ്. ഇനിയും അച്ഛന്റെ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മുഖ്യ അതിഥിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റീഹാബിലിറ്റേഷൻ സെന്റർ ഓഫീസറും തെറാപ്പിസ്റ്റുമായ റവറൻഡ് സിസ്റ്റർ ഏഞ്ചൽ ST. സിസ്റ്ററിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സിസ്റ്റർ. താങ്ക് യു കേട്ടോ. ദർശന ക്ലബിന്റെ ഈ മീറ്റിംഗ് ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എന്നെ ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം വിളിച്ചതിന് ഒരുപാട് നന്ദി ദർശന ക്ലബ് അംഗങ്ങളോട്. ശരിക്കും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ ശരീരത്തിന്റെ ബലത്തേക്കാൾ മനസ്സിന്റെ ബലത്തിന് പ്രാധാന്യം കൊടുത്ത് പരിമിതികളുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ പരിമിതികളായ ശാരീരിക വൈകല്യങ്ങളെ വെല്ലുവിളിയോടെ സ്വീകരിച്ച് അതിനെ ആഘോഷമാക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടി ആയിരിക്കുക. അതിന്റെ സന്തോഷം ഏറെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുകയാണ്. എന്തു പറയണമെന്ന് ആലോചിച്ചപ്പോ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തില് ശരീരത്തിന് ബലമുള്ളപ്പോ നമ്മളൊന്നും അറിയാറില്ല. ഇപ്പൊ ഞാനൊരു റീഹാബിലിറ്റേഷൻ തെറപ്പിസ്റ്റ് ആണ്. അപ്പൊ എൻ്റെ സെന്ററിൽ വരുന്ന സ്പൈനൽ കോഡ്, ഹെഡ് ഇഞ്ചുറി അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് അധികവും വരുന്നത്. അപ്പം പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറിക്കാരെ സംബന്ധിച്ച് അവര് മെന്റലി അവർ വർക്ക് ചെയ്യാണല്ലോ. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ വിഗ്രസ് ആയിട്ടുള്ളൊരു ബലമുള്ള ഒരു ബോട്ടിലൊക്കെ അവർക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ ഫൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഈ കഴുത്തേന്ന് തളർന്നു പോയ C3, C4, C5 ലെവലിൽ സ്പൈനൽ കോഡ് പറ്റിയവർക്ക് കൈയുടെ മൂവ്മെന്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് കുറെ എക്സസൈസ് ഒക്കെ കൊടുത്തു കഴിയുമ്പം ഒരു ബോട്ടിലൊക്കെ കട്ടിയുള്ളൊരു ബോട്ടിലൊക്കെ കൊടുത്ത് അവർ പിടിക്കും, 2 കൈ കൂട്ടി. പക്ഷേ ഒരു കുഞ്ഞു പിന്ന് അവരോട് നുള്ളി എടുക്കാൻ പറഞ്ഞ് അവർക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ബലമുള്ള കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് ഫിറ്റ് ആയിരുന്ന ഒരു സാഹചര്യത്തില് ഒരിക്കലും ഒരു പേപ്പർ കഷ്ണോ ഒരു പിന്നോ ഒരു മുട്ടുസൂചിയോ ഒന്നും എടുക്കുമ്പോ എനിക്കിത് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിന്റെ വില മനസ്സിലാക്കുക. ഇന്ന് ഈ ഗ്രൂപ്പില് നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ ശരിക്കും വളരെ നന്ദിയോടുകൂടി ആയിരിക്കുക. കാരണം ഈ ബുദ്ധിമുട്ടുകളെയെല്ലാം ഇപ്പം നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ക്ലബിലെ അംഗങ്ങളെല്ലാവരും തന്നെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ആ ബുദ്ധിമുട്ടുകളായിട്ട് മാത്രം കരുതാതെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉൾപ്രചോദനം ഉൾക്കൊണ്ട് ജീവിത വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. അപ്പോ നിങ്ങൾ ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ശരീരത്തിന്റെ ബലമല്ല, മനസ്സിന്റെ ബലവും ദൈവ സഹജീവികളോടുമുള്ള ഒരു ഒരുമയുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്ന. മനസ്സിന് ബലം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതകളൊന്നും നമ്മെ തളർത്തില്ല. അത് നമുക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ കണ്ടതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുഭവിച്ച് അറിഞ്ഞു ഇരിക്കുന്നവരാ. ഒരിക്കലും ഇപ്പം ഓടി നടത്തി നോർമലി എല്ലാം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പം നമ്മളിപ്പോഴും നന്ദി പറയണമെന്നോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം കാരണം ഒരിക്കലും നമ്മൾ ഓടി നടക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കാറില്ല, ദൈവമേ എൻ്റെ കൈ ചലിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ കാല് ചലിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്നും നമ്മൾ ബോധപൂർവം അതിനെ വിലയിരുത്താറില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓരോ കാര്യത്തെയും നിങ്ങൾ വിലമതിക്കുന്നവരാ. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ
ഓടക്കുഴല് ചുമ്മാ കാട്ടിക്കിടക്കുന്ന ഒരു കമ്പെടുത്തിട്ട് അത് ചുമ്മാ വെച്ചിട്ട് നമ്മളത് പാട്ട് പാടാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പാടില്ല. പക്ഷെ അതിന് സുഷിരം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് അതില് വായിക്കുവാണെങ്കിൽ മധുരകരമായ ഗാനം പുറത്തു വരും. അപ്പോ ഈ വൈകല്യം ഉണ്ടായി അല്ലെങ്കിൽ പലരും ഇതിൽ ജന്മനാ വൈകല്യത്തോടുകൂടി ജനിച്ചവരുണ്ടാകാം, എന്തെങ്കിലും ആക്സിഡന്റ് മൂലമോ രോഗം മൂലമോ ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടായിട്ടുണ്ടാവും. അപ്പോ അവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ ഇത് എന്തിനു തന്നു എന്ന് ഒരിക്കലും നിങ്ങളാരും ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയുടെ അംഗങ്ങളായി ഈ സമൂഹത്തിന്റെ മുന്നോട്ട് വരാനായിട്ട് ആരും പ്രാപ്തരാകില്ല. അപ്പോ നമ്മുടെയൊക്കെ ഒരു അപകടം മൂലം നമുക്കൊരു അവസ്ഥ വന്നതാണെങ്കിൽ, ഒരു ശാരീരിക ബുദ്ധിമുട്ട്, ഹെഡ് ഇഞ്ചുറിയോ സ്പൈനൽ കോഡോ, പിന്നെ ഫ്രാക്ചർ, കാൽ ആംബ്യൂട്ടി ചെയ്തിട്ടുള്ള അവസ്ഥ, അങ്ങനെ പലതരം കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ ജീവിതം കൊണ്ട് ഒരു സന്ദേശം ലോകത്തിന് നൽകാനായിട്ട് ദൈവം നൽകിയതാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മധുരകരമായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബം നിരാശപ്പെടും, നമ്മുടെ ചുറ്റുപാടെല്ലാം നിരാശയിലേക്ക് പോകും. അപ്പോ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നോർമലി നടന്നുകൊണ്ട് ഞാനൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഞാൻ ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ അർത്ഥവത്താകും നമ്മുടെ ലൈഫിനും നമ്മുടെ കാണുന്നവർക്കും. ജിലു മരിയ തോമസ് ഇല്ലേ, 2 കൈയുമില്ലാത്തൊരു മോള്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ആ കുട്ടി ആദ്യമായിട്ടൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഞാൻ എന്നാ പറയണ്ടേന്ന് ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, എടാ നീ ഒന്നും സംസാരിക്കണ്ട, നീ ആ സ്റ്റേജിൽ പോയി നിന്നാ മതി. അത് തന്നെ ഏറ്റവും വലിയ മോട്ടിവേഷനാ. കാരണം അത് വേറെ ആ കുട്ടി ഒന്നും സംസാരിക്കേണ്ടത് പോലും വരുന്നില്ല. കാരണം എന്താ, ആ സ്റ്റേജില് മറ്റുള്ളവരുടെ മുമ്പില് ഒന്ന് ഫേസ് ചെയ്യാൻ, ഒരു ഉദ്ഘാടനം ചെയ്യുന്ന തിരുനാളം തൻ്റെ കാലുകൊണ്ടൊന്ന് കത്തിച്ച് ആ ഓഡിയൻസിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ തന്നെ ഏറ്റവും വലിയ സന്ദേശമായി അവിടെ. അതുകൊണ്ട് നമ്മളൊന്നും ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ട വ്യക്തികളല്ല എന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറയ്ക്കണം. പിന്നെ ഈ പരസ്പരമുള്ള ഇപ്പൊ ഈ ദർശന ക്ലബ്ബ് നമ്മൾ എല്ലാവരും വൈകല്യമുള്ള എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ അവസ്ഥകൾ പങ്കുവെച്ച് ഈ സ്നേഹ കൂട്ടായ്മയിൽ പരസ്പരം ഒരു ബന്ധം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ നമ്മള് ഒരു ആൾക്ക് വയ്യ, അപ്പൊ നമ്മുടെ ഒരു ഏരിയയില് ഒരാളിപ്പോ ഒരു അപകടം പറ്റി ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ട് പോകുകയാണെന്ന് അറിയുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവര് നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ ഭാഗമാകും. അതോടൊപ്പം ജീവിതത്തിന് ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല എന്നൊരു ചിന്ത അവരുടെയൊക്കെ മനസ്സുകളിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വൈകല്യം ഒരിക്കലും ദൈവം നമുക്ക് നൽകുന്ന ഒരു ശിക്ഷയൊന്നുമല്ല, വേറെ ദൈവത്തിന്റെ പരീക്ഷണവും അല്ല. നമുക്കൊരു ദൗത്യം ചെയ്യാൻ ഒരു ഇപ്പം നമ്മൾ പറയില്ലേ, സ്റ്റീഫൻ ഹോക്കിൻസ് ഇല്ലേ, ഒരു ശാസ്ത്രജ്ഞൻ. ആ മനുഷ്യന് ചലനശേഷി, ഓരോ അവയവങ്ങളും ചലനശേഷി നഷ്ടപ്പെട്ട് അവസാനം കണ്ണിന്റെ ഇമ കൊണ്ട് മാത്രം ലോകത്തോട് സംസാരിക്കാൻ അത്രമാത്രം വയ്യാതെ വന്നപ്പോഴും ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചലനം കൊണ്ട് അദ്ദേഹം വാന നിരീക്ഷണം നടത്തി ആകാശ വിസ്മയങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തി ലോകത്തിന് സംഭാവന നൽകി. അദ്ദേഹം ഒരിക്കലും ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും അദ്ദേഹത്തെ നമ്മൾ ഓർത്തിരുന്നൊന്നും വരില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, വൈകല്യം ഒരിക്കലും ദൈവം നമ്മെ ഒറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ തന്നതല്ല, ഒരു പ്രത്യേക ദൗത്യത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കല. അത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ അടിയുറച്ച് എഴുതിയിടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശാന്തിയിലും സമാധാനത്തിലും നയിക്കാൻ പറ്റും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, സ്പൈനൽ കോഡും ഹെഡ് ഇഞ്ചുറി, ജെനറ്റിക് പ്രോബ്ലംസ്, CP, അങ്ങനെ എല്ലാ കണ്ടീഷൻസും ഉണ്ട്. അപ്പം ഈ രോഗത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ വൈകല്യത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അത് അനുസരിച്ചാണ് ഓരോ വ്യക്തികളും ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഇപ്പം ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ട്, കഴുത്തേനെ തളർന്നു പോയി ഫുൾ ബെഡിഡൻ ഒരു
മുഖം ഒന്ന് എന്തെങ്കിലും ഒരു ചൊറിഞ്ഞേണ്ടി വന്ന ഈ കൈ ഇങ്ങനെ പോലും തൂക്കാൻ പോലും പറ്റാതെ ഇരിക്കുന്നവര് പോലും ദൈവമേ നന്ദി, എനിക്ക് ജീവൻ കിട്ടിയല്ലോ, അല്ലെങ്കിൽ എന്നെ നോക്കാനായിട്ട് എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ ഒക്കെ ഉണ്ടല്ലോ എന്ന് നന്ദിയോടെയാണ് അവർ ഓർക്കുന്നത്. പക്ഷെ ജസ്റ്റ് ഒരു ഷോൾഡർ പെയിനോ അല്ലെങ്കിൽ ഈ കൈയുടെ അറ്റത്തൊരു നെർവ് ഇഞ്ചുറി വന്നിട്ട് ഈ വിരലൊന്ന് അല്പം നനക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ കടന്നു വരാറുണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് പറയും, സിസ്റ്റർ എന്റെ വിരലിന്റെ ഈ അറ്റ അനങ്ങുന്നില്ല, എന്താ പാട്, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നല്ലോ എന്ന് അവര് പറയാറുണ്ട്. അപ്പം ഞാനതിനെ വിലയിരുത്തി, ആ ഒരു കുഞ്ഞ് ചിലപ്പോൾ ശരിക്കും അതിശയം തോന്നാറുണ്ട്. ചിലപ്പോ ഈ ഫുൾ ബെഡിനായി കിടക്കുന്ന മനുഷ്യരുടെ അടുത്ത് നിന്നോണ്ടായിരിക്കും എന്നോട് ഇത് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഇവാലുവേറ്റ് ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ വൈകല്യങ്ങളുടെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ദൈവത്തോടുള്ള ഒരു ബന്ധം, നമ്മുടെ വൈകല്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടുള്ള ബന്ധം ഏറുക ചെയ്യുന്നത്. നമ്മുടെ പരിമിതികള് കുറയുന്നതനുസരിച്ച് നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നും പരസ്നേഹത്തിൽ നിന്നും അകലുന്നത് പോലെ. അപ്പൊ ഈ കുഞ്ഞു പ്രോബ്ലം പറയുന്നവരോട് ഞാനിങ്ങനെ പറയും, ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറയും. അപ്പം ഈ അവര് ഇപ്പൊ ഞാൻ അവിടെ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ അടുത്ത ബെഡേ കിടക്കുന്ന ആൾക്കാർ ഇവര് നോക്കൂലോ. നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കറങ്ങി തിരിച്ച് പേഷ്യന്റിന്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, എന്റെ പൊന്നു സിസ്റ്റർ എനിക്ക് ഇത്രയേ ഉള്ളൂലോ ആ പാവം മനുഷ്യൻ അല്ലെങ്കിൽ ആ കൊച്ച്. അങ്ങനെ ആ കാഴ്ചപ്പാടുകളെ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിമിതികളൊന്നും ഒരിക്കലും നമ്മുടെ പുറകോട്ട് വലിക്കാനുള്ളതല്ല, ജീവിതത്തെ പ്രത്യാശയോടുകൂടെ നോക്കിക്കാണാനാണ്. ഈ ലോക ജനതയുടെ മുമ്പില് നിങ്ങളൊരു മാർഗദീപങ്ങളുമാണ്. അതുകൊണ്ട് ഈ നല്ല നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. നന്നായി എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് നടത്താനും വൈകല്യമുള്ളവരെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ പ്രത്യാശയുടെ നിറക്കൂട്ട് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി സിസ്റ്റർ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം, വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം സംശയങ്ങൾക്ക് പരിഹാരം തന്ന, മോട്ടിവേഷൻ ചെയ്തു തന്ന ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. ആശംസ പറയുന്നതിനായി ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ താരമായ ശ്രീ സുജിത് DS-നെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. സുജിത്. എന്റെ പേര് സുജിത്ത്, എന്റെ സ്ഥലം കാര. വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ, എന്തെങ്കിലും തെറ്റാണ് ക്ഷമിക്കണം. എനിക്ക് പോളിയോ വായിച്ച് വലതുകാല് കടന്നാണ് ഞാനിപ്പോ സ്റ്റിക്കുമ്മല് ഇങ്ങനെ നടക്കുള്ളൂ. ഇന്നലെ കളി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഷൊർണൂര് പോയിരുന്നു. ബാസ്കറ്റ് ബോൾ ഇതിന് ഉണ്ടായിരുന്നു, കളി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിരുന്നു. ഞാന് ദർശന വന്നിട്ട് ഒരു 4-5 മാസമായി. ശേഷം തിരുവനന്തപുരത്തൊക്കെ പോവാനും കളികള് കളിക്കാനും അങ്ങനെ ഒരു എന്താ പറയാ നല്ലൊരു നമുക്ക് പ്രാക്ടീസിന് പോകാനും കളിക്കാനൊക്കെ പോകാനും ഒരു സാഹചര്യമൊക്കെ ദർശന ക്ലബിന് ഒരുപാട് നന്ദി, താങ്ക്സ്. പ്രത്യേകിച്ച് സോളമച്ചനും ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞോളൂ. താങ്ക്സ്. ആശംസ അറിയിച്ച ശ്രീ സുജിത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സുജിത്തെ. ഓക്കെ, താങ്ക് യു. അവസാനമായി ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നതിനായി കുമാരി ബിന്ദു KK ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. ഹലോ. 227ാമത് സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം. ദർശന
സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദ്രസ്ന ക്ലബ് ഡയറക്ടറുമായ ഫാദർ സോളൻ കടമ്പാട്ടുപറമ്പിൽ CMHന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അടുത്തത് ഉദ്ഘാടനം ചെയ്ത കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷൊർണൂർ ഫാദർ പോൾ CMI അച്ഛൻ, നമ്മുടെ വീൽചെയർ ബാസ്കറ്റ്ബോൾ മത്സരം നടന്നത് ഈ സ്കൂളിലാണ്. നമുക്ക് നല്ല സഹകരണമാണ് നൽകിയത്. അച്ഛന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അടുത്തത് മുഖ്യാതിഥിയായി സിസ്റ്റർ SD സിസ്റ്ററിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ആശംസകൾ പറഞ്ഞ ശ്രീ സുജിത്ത് TSന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ദ്രസ്ന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷാജു ജോൺ, PRA PS കോട്ടപ്പുറം, റിപ്പോർട്ട് വായിച്ച ജോസേട്ടൻ, അവതരണം ചെയ്ത സീമ തോമസ്, പ്രാർത്ഥന ആലപിച്ച മിനി CD, സ്വാഗതം പറഞ്ഞ ലീ ചേച്ചി, എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. 227ാമത് സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരോടും നന്ദി നിത്യമായി പറഞ്ഞ ബിന്ദു ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ബിന്ദു ചേച്ചി. 27ാമത് ഗൂഗിൾ മീറ്റ് ഇവിടെ സമാപിച്ചിരിക്കുന്നു. അടുത്ത സ്നേഹസംഗമത്തിൽ കണ്ടുമുട്ടാമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു.